KFC ചിക്കിങ് ഒക്കെ പോലെ പുതുതായിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളതാണ് ചിക്ബി എന്ന് പറയുന്നത്. ഇത് സാധാരണ ഫ്രൈഡ് ചിക്കൻ. ഈശ്വര, അതൊക്കെ എവിടേക്ക് കൊണ്ടുവരുന്നത് ദൈവമേ. ഇതാണ് നമ്മുടെ കട. എല്ലാം അടിപൊളിയാ. സാധാരണ ഫ്രൈഡ് അല്ലേ? ഉപ്പൊക്കെ പാകത്തിന എരിവില്ലേന്. മധുരമായി എനിക്കാന്നുള്ളൂ. ഷുഗർലെസ് പെപ്സി ചെയ്യണത് കേട്ടാ. അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണ് കേട്ടാ. അപ്പൊ ആഴ്ചയില് 4-5 ദിവസം ഓഫർ ഉണ്ട് ഇന്ന്. അപ്പൊ കുറവൊന്നുമില്ല. നമ്മുടെ ഈ ഫ്ലെയിം ഹോട്ട് അതുപോലെ പെരി പെരി രണ്ട് സ്പെഷ്യലാണ്. സ്പെഷ്യൽ പെരി രണ്ട് ഫ്ലെയിം ഹോട്ട് ഒരു 13 ഔട്ട്ലെറ്റുകളും ഉണ്ട് കേരളത്തിൽ. ഗൾഫിൽ ദുബായിലുണ്ട്. ദുബായ് ഖത്തറാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ അടുത്ത 2-3 സ്ഥലത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. റാണി ഉണ്ട്, പിന്നെ ആലപ്പുഴ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂര് എല്ലായിടത്തും ഫ്രാഞ്ചൈസ്. ഇപ്പൊ എടുക്കാൻ അതെ, തൃശ്ശൂര് നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഭയങ്കര ഹെൽപ്പായിട്ട് ചെയ്താണ് അവര്. ഞാൻ ആദ്യം പോയി കഴിച്ചിട്ടാണ് ഇവിടുന്ന് ഇത് ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഈ ഫ്രാഞ്ചൈസ് എടുത്തത്. കോഴിക്കോട് പോയിട്ട് ആദ്യം ഞാൻ കഴിച്ച ഒരു ഷോപ്പിൽ പോയിട്ട് ഇത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് നമുക്ക് തൃപ്തി വന്നിട്ടാണ് നമ്മൾ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മൾ കുറെ നാളത്തിന് ശേഷം എടുക്കുമ്പോൾ ഒരു ഷോപ്പ് നടത്തുമ്പോൾ ആളുകൾക്ക് എന്റെ വാപ്പൊക്കെ ചായക്കുണ്ട്. അപ്പോൾ ആളുകൾക്ക് നല്ല അഭിപ്രായം, നമ്മുടെ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നല്ല അഭിപ്രായം കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ച് ടേസ്റ്റ് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുത്താലും. കഴിച്ചവർക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് അഭിപ്രായം അറിയാൻ പറ്റും. നമ്മൾ പൈസ കഴിച്ച അവരാണ് ശരിക്കും പബ്ലിസിറ്റി. നമുക്ക് ഇവിടെ ഉള്ളവർ അറിയൽ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ നോട്ടീസിലും പേപ്പറിലൊക്കെ കൊടുത്തിരുന്നു, നാട് കൊടുത്തിരുന്നു. എന്നിട്ട് ഇടക്കിട്ട് ആൾക്കാർ വന്നവർ പറയുമ്പോൾ അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, തൊട്ടടുത്ത ഷോപ്പ് ആണെന്ന് അറിയില്ല. അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് വന്നത്. എല്ലാം കൊണ്ട് നന്നാവും. ഒരുപാട് അടിപൊളിയാവും. അപ്പൊ ശരി.